നമസ്കാരം പ്രിയമുള്ളവരെ, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണമൊക്കെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതൊന്നുമല്ല നമ്മളുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. BPL AAY റേഷൻ കാർഡിൽ പേരുള്ള 35-നും 60 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ സ്കീം. 1000 രൂപ വീതമാണ് നിലവിൽ എല്ലാ മാസങ്ങളിലും ലഭിക്കുക. ഇത് 60 വയസ്സ് വരെ ലഭിക്കുന്ന പദ്ധതിയാണ്. 60-ന് ശേഷം നമുക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് പിന്നീട് അപേക്ഷ വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിൽ 2 ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരിയിലെ ധനസഹായവും മാർച്ചിലെ ധനസഹായവും. ഇനി ചിലർക്ക് ഫെബ്രുവരിയിൽ തുക ലഭിക്കാതെ വന്നവർക്കൊക്കെ മാർച്ചിൽ 2 ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000 രൂപ ഒരുമിച്ച് ലഭിച്ചവരുമുണ്ട്. എന്നാൽ അതിനുശേഷം നീണ്ട നാളത്തെ ഒരു ഇടവേളയായിട്ടുണ്ട്. അതായത് 2 മാസത്തോളമായിട്ട് നമുക്ക് ധനസഹായങ്ങളില്ല. ഏപ്രിൽ മാസത്തെ തുക കുടിശ്ശികയായി, അതോടൊപ്പം തന്നെ ഇപ്പോൾ മെയ് മാസം. അപ്പോൾ ഈ ധനസഹായ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. പദ്ധതി തുടരുക തന്നെ ചെയ്യും. ഇത് ഏറ്റവും ജനക്ഷേമകരമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. അതുമാത്രമല്ല, ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ, തുകയിൽ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ സർക്കാർ പരിഗണിക്കുക. എന്നാൽ അത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലങ്ങളിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ വരില്ല. തുടരുന്ന സഹായം 1000 രൂപ വീതമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ നിരവധി മേഖലകളിൽ നിന്നും APL വിഭാഗത്തിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, അത് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാവാം, അങ്ങനെയുള്ളവരെ കൂടി പരിഗണിക്കണമെന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിവേദനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, പുതിയ സർക്കാരാണ്. അതിൽ അവർ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും നിലവിൽ ഇപ്പോൾ ഈ പദ്ധതിയിലുള്ള 16,40,000 വരുന്ന ആളുകൾ, അപ്രൂവ് ആയവരുടെ എണ്ണമാണിത്. റിജക്റ്റ് ആയവരും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയവരും ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ 18 ലക്ഷത്തോളം പേരുണ്ടാകും. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ 16,40,000 വരുന്ന അപ്രൂവ് ആയവർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായം 2 ഗഡുക്കൾ 2000 രൂപ അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം ആരംഭിച്ചേക്കുമെന്നുള്ളതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ DBT സംവിധാനത്തിലൂടെ ഈ തുക ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഇലക്ഷൻ പശ്ചാത്തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുണ്ടായിരുന്നതുകൊണ്ടും ആനുകൂല്യ വിതരണത്തിൽ തടസ്സം നേരിടുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിലുൾപ്പെടെ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പദ്ധതി വീണ്ടും തുടരുമെന്നുള്ള സൂചന, അതായത് ആപ്ലിക്കേഷൻ വീണ്ടും സ്വീകരിക്കുകയാണ്. അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളവരെല്ലാവരും അപേക്ഷകൾ വയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ സഹിതം നമ്മളുടെ റേഷൻ കാർഡ്, നമ്മളുടെ പ്രായം തെളിയിക്കുന്ന കാര്യങ്ങൾ, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകൾ ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ ആധാർ നമ്പർ കൊടുത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് നമ്മളുടെ ആധാർ കൊടുത്ത് സ്റ്റാറ്റസ് പരിശോധിക്കുക. ആനുകൂല്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര ഗഡുക്കൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അപേക്ഷ ഇതുവരെ അപ്രൂവ് ആയ കാര്യങ്ങളിൽ ഇനി അപേക്ഷകളിൽ അത് പരിഗണിച്ചോ അപ്രൂവ് ആയിട്ടുണ്ടെന്ന കാര്യങ്ങളിൽ സംശയമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ വെച്ച് ഓൺലൈൻ സർവീസ് സെൻ്ററിലെത്തി അപേക്ഷയുടെ തൽസ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ ചെയ്യണം. ആനുകൂല്യങ്ങൾ പാഴാക്കാതിരിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.